ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഭാവന കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അനോമി എന്ന് പറയുന്ന സിനിമ. രണ്ടാം ഭാഗത്തോട്ട് കടന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ചിത്രത്തിന്റെ 11 ദിവസത്തെ ഇതിനോടം തന്നെ പുറത്തുവന്ന വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഭാവന റഹ്മാൻ, ഷെബിൻ ബെൻസൽ, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി റിയാസ് മാരാത്ത് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു അനോമി എന്ന് പറയുന്ന സിനിമ. അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ജേണൽ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു അനോമി എന്ന് പറയുന്ന സിനിമ. പ്രേക്ഷകർ ചിത്രത്തിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും വലിയ കളക്ഷൻ ചിത്രത്തിന് ഉയർത്താൻ സാധിക്കുന്നില്ല. 11 ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസ് ഏകദേശം 9 ലക്ഷം രൂപയോളം മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 11 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,67,00,000 രൂപയും ഇന്ത്യൻ കളക്ഷനായിട്ട് ചിത്രം 1,97,00,000 രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. ചിത്രത്തിന്റെ സക്സസ് ടീസറൊക്കെ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മികച്ച റെസ്പോൺസ് തന്നെ നേടിയെടുക്കാൻ അനോമിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയൊരു കളക്ഷൻ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അനോമിക്ക് സാധിക്കാതെ പോകുന്നത് നിരാശാജനകമാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ അനോമി എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.